ഇന്ന് നമ്മൾ യൂറോയിലൊരു ട്രേഡ് ബ്രേക്ക് ഡൗണുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ 18th വെനസ്ഡേ ഒരു ട്രേഡ് എടുത്തിരുന്നു. സെല്ലായിരുന്നു എടുത്തിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബ്രേക്ക് ഡൗൺ ആണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനപ്പം നമ്മുടെ ചാനലിലും എല്ലാം അത് അപ്ഡേറ്റ് ചെയ്തിരുന്നു ആ ട്രേഡ്, അതിൻ്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും എല്ലാം. അപ്പോൾ പലരും എന്നോട് ചോദിച്ചായിരുന്നു എന്തുകൊണ്ടാണ് അവിടെ ഒരു സെൽ സൈഡ് നോക്കിയേ, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് പറഞ്ഞത്. അതിൻ്റെ റീസൺ പലർക്കും അവിടെ ബയ്യിങ് ആയിരുന്നു, അവരുടെ അവർക്കതെല്ലാം SL ആയിരുന്നു. ജസ്റ്റ് നമുക്കതൊന്ന് ചെക്ക് ചെയ്യാം. ഇതിപ്പോൾ വീക്ക്ലി ടൈം ഫ്രെയിമാണ്. ഞാനിപ്പോൾ ഇവിടെ വീണ്ടും ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നമ്മൾ പ്രീവിയസ് വീഡിയോസിലെല്ലാം ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം പറഞ്ഞു പോയതാണ്. ഇവിടുത്തെ ലിക്വിഡിറ്റി എല്ലാം സ്വീപ്പ് ചെയ്ത് നല്ലൊരു സെല്ലിങ് ഏരിയയിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് ലിക്വിഡിറ്റി പോയിൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിലോട്ട് ഇവിടം വരെ വരണം എന്ന് ഞാൻ പറയില്ല, പക്ഷേ കുറച്ചുകൂടെ നമുക്കിവിടെ ഒരു സെല്ലിങ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ ആ ഒരു ട്രേഡ് എടുത്തിരുന്നത്. ഇപ്പോൾ ഡെയിലിയിലോട്ട് നോക്കാം. അപ്പോൾ എല്ലാവരും ചോദിച്ച ഒരു ചോദ്യം ഇവിടെ ഈ ഒരു സൈഡായിരുന്നു. നമ്മളിപ്പോൾ ഡെയിലി നോക്കുകയാണെങ്കിൽ പലർക്കും പറ്റിയ കാര്യം, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡെയിലി OB ഉണ്ട്. അതുപോലെ ഇപ്പോൾ ഈ ക്യാൻഡിൽ നോക്കണ്ട, ഇതായിരുന്നു പ്രീവിയസ്ലി, അതായത് 17th ഉണ്ടായിരുന്ന ക്യാൻഡിൽ ഇതായിരുന്നു. അപ്പോൾ ഈ ക്യാൻഡിൽ നോക്കിയാലും നമുക്ക് മനസ്സിലാവും നല്ലൊരു റിജക്ഷൻ ക്യാൻഡിലായിരുന്നു അല്ലേ. കറക്റ്റ് ചെക്ക് ചെയ്താൽ OBയിൽ ടാപ്പ് ചെയ്ത് റിജക്റ്റ് ചെയ്ത് നിൽക്കുന്ന മാർക്കറ്റ്. അപ്പം പകുതി പേർക്കും അവിടെ ഒരു കൺഫർമേഷനായി മാർക്കറ്റിന് ഇവിടുന്ന് ഈ OBയിൽ നിന്ന് ഇനിയൊരു ബയ്യിങ് ആയിരിക്കും, ഈ ഒരു ലെവൽ വരെയൊക്കെ പോകാമെന്ന് പലർക്കും ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഞാനവിടെ പറയട്ടെ, ഞാൻ എൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, എൻ്റെ ലിക്വിഡിറ്റി പോയിൻ്റ് താഴെയാണ്. അതുപോലെ കുറച്ചുകൂടെ ഒരു സെല്ലിങ് വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു CRT ആയിരുന്നു, പ്രീവിയസ് വീഡിയോസ് കണ്ടവർക്കറിയാം, ഈ ഒരു CRTയുടെ കണ്ടിന്യൂഷനാണ് നമ്മൾ 2 ട്രേഡ് എടുത്തിരുന്നത്. ഇവിടെ ഞാൻ എടുക്കാനുള്ള റീസൺ, ഇപ്പോൾ ഡെയിലിയിൽ ഇവിടെ പ്രോപ്പർ ഒരു SMDയും കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ DXY ഒന്ന് ചെക്ക് ചെയ്യാം. DXY നോക്കുകയാണെങ്കിൽ ഇത് കണ്ടോ, ഇതിൻ്റെ പ്രീവിയസ് ഡേയുടെ ലോ സ്വീപ്പ് ചെയ്യാതെയാണ് മുകളിലോട്ട് പോയിരുന്നത്. യൂറോയിൽ നമുക്ക് ആ ഹൈ എടുത്ത് ആ ഹൈ പർജ് ചെയ്തിട്ടാണ് താഴോട്ട് നിന്നത്. പിന്നെ അടുത്തൊരു കോൺഫ്ലുവൻസ് എനിക്കുണ്ടായിരുന്നത്, ഇത് നോക്കിയാൽ ഈ ഒരു CRT ഉണ്ടോ, നമ്മുടെ യൂറോയിൽ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു, പക്ഷേ DXYയിൽ അത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. ഇത്രയും ഗ്യാപ്പ് കൂടെ കിടപ്പുണ്ടായിരുന്നു. അപ്പം ആ ഒരു കൺഫർമേഷനോടെ എനിക്കുണ്ടായിരുന്നു ഈ ഒരു ലിക്വിഡിറ്റി വരെയെങ്കിലും അത് എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം എന്തായാലും യൂറോ താഴോട്ട് മൂവ് ചെയ്യും. പിന്നെ GUയിലും കൂടെ ഒന്ന് ചെക്ക് ചെയ്താൽ നിങ്ങൾക്കത് പ്രോപ്പറായിട്ട് മനസ്സിലാവും. ഈ ഒരു ക്യാൻഡിലിൻ്റെ താഴെ, അതായത് ആ SMD ഇവിടെയും ഉണ്ടായിരുന്നു. നമ്മുടെ EUയിൽ ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ പർജ് ചെയ്തിട്ടായിരുന്നു നിന്നിരുന്നത്. ഇവിടെ കണ്ടില്ലേ, ഇത്രയും ഒരു SMD ക്രിയേറ്റ് ചെയ്ത് നല്ല രീതിയിൽ ഇവിടെ ഒരു സെല്ലിങ് ഓൾറെഡി സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും ഒരു കോൺഫ്ലുവൻസോടെ എനിക്ക് കിട്ടിയത് കൊണ്ടാണ് ഞാൻ അവിടെ വീണ്ടും ആ ഒരു സെല്ല് പുഷ് ചെയ്തിരുന്നത്. നമുക്ക് 4 hourലോട്ടൊന്ന് സ്വിച്ച് ചെയ്യാം. ഇവിടെയായിരുന്നു ആ പലർക്കും ആ ഒരു കൺഫ്യൂഷൻ സ്റ്റേജും അല്ലെങ്കിൽ ആ ഒരു ബയ്യിങ്ങിൻ്റെ ഇതിലും വന്നത്. അതായത് ലാസ്റ്റ് ഒരു സെൽ ക്യാൻഡിൽ 4 hour ആണ്, അവിടുന്ന് അതിൻ്റെ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് അതിന് മുകളിൽ ക്ലോസ് കിട്ടി. അപ്പോൾ അങ്ങനെയാണ് പലരും ഇവിടെ ആ ഒരു ട്രേഡ് പുഷ് ചെയ്തിരുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഇത്രയും കൺഫർമേഷൻസ് ഉള്ളത് കൊണ്ട് ഞാൻ ഒരിക്കലും ആ ഒരു ട്രേഡ് അവിടെ നോക്കിയിരുന്നില്ല. ഇത് നല്ല പ്രോപ്പറായിട്ടുള്ളൊരു SMDയും അതുപോലെ സെൽ സൈഡ് ലിക്വിഡിറ്റി താഴെ ഉള്ളത് കൊണ്ടും DXYയിൽ ആ ഒരു കംപ്ലീറ്റ് ചെയ്യാനുള്ള CRT ഉണ്ടായിരുന്നത് കൊണ്ടുമാണ് ഞാൻ ഈ ഒരു ട്രേഡ് എടുത്തിരുന്നത്. അപ്പോൾ ലണ്ടനിൽ എനിക്ക് ട്രേഡോ കാര്യങ്ങളൊന്നും കിട്ടില്ല. ഞാൻ നോക്കിയിരുന്നു എനിക്ക് സെല്ല് എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കിയിരുന്നു, പക്ഷെ അവിടെ എനിക്ക് പ്രത്യേകിച്ചൊന്നും കാണാൻ കഴിഞ്ഞില്ല. ഞാൻ വെയിറ്റ് ചെയ്ത് ന്യൂയോർക്കിലാണ് എനിക്ക് ആ ട്രേഡ് കിട്ടിയത്. അപ്പം ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ എടുക്കുന്ന ടൈം ഫ്രെയിം അത് നിങ്ങൾക്ക് കാണുന്നതാണ്. എൻ്റെ എല്ലാ ചാർട്ടിലും 15 minutesലാണ് എൻ്റെ ടൈം ഫ്രെയിം, അതായത് എക്സിക്യൂഷൻ നടക്കുന്നത്. പക്ഷേ ചില ടൈമിൽ, അതായത് ഞാൻ എപ്പോഴും എടുക്കുന്നത് 1:3 ആണ് എൻ്റെ റിസ്ക് റിവാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ചില ടൈമിൽ എനിക്ക് ആ ഒരു 1:3 കിട്ടുന്നില്ല, അതായത് 15 minutes ടൈം ഫ്രെയിമിൽ എനിക്ക് ആ 1:3 കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാനത് 5 minutes സ്വിച്ച് ചെയ്ത് നോക്കും. ആ ടൈം ഫ്രെയിമിൽ എനിക്ക് 1:3 ഉണ്ടെങ്കിൽ ഞാൻ അവിടെ ആ ഒരു ട്രേഡ് എടുക്കാറുണ്ട്. ഇനി അവിടെയും കിട്ടിയില്ലെങ്കിൽ മാത്രമേ ഉള്ളൂ ഞാൻ ആ ട്രേഡ് അവോയ്ഡ് ചെയ്യത്തുള്ളൂ. അപ്പം ഇവിടെ നോക്കുമ്പം ഈ ഒരു സെനാരിയോയിൽ എനിക്ക് ആ ഒരു 15 minutesലാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആ ഒരു പ്രോപ്പറായിട്ടുള്ള റിസ്ക് റിവാർഡ് ഇല്ലായിരുന്നു. പിന്നെ അധികം താഴോട്ട് ഞാൻ എയിം ചെയ്യാനും പോകുന്നില്ല. അപ്പോൾ ആ ഒരു 4 hour CRT ആണല്ലോ ട്രേഡ് എടുത്തിരുന്നത്. അപ്പം 15 minutesൽ എനിക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു റിസ്ക് റിവാർഡ് ഇല്ലാതിരുന്നത് കൊണ്ട് ഞാനത് 5 minutesലാണ് എൻ്റെ എൻട്രി എക്സിക്യൂട്ട് ചെയ്തിരുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട്, അതായത് ഞാൻ ഓൾറെഡി നമ്മുടെ ടെലഗ്രാം ചാനലിലും അതുപോലെ ഇൻസ്റ്റയിലും എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇത് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ
ഇതിലൂടെ ഒന്ന് അപ്ലോഡ് ചെയ്തേക്കാം. ആ ഒരു ടൈം ഫ്രെയിമും 4 അവർ അതുപോലെ എൻട്രി ടൈം അതുപോലെ എക്സിറ്റും കാര്യങ്ങളെല്ലാം ഞാൻ ഒന്നുകൂടി ഇതിൻ്റെ ലാസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്കൊന്നുകൂടെ നോക്കാം. അപ്പം നോക്കുവാണെങ്കിൽ ഈ സൈഡിലെ ലിക്വിഡിറ്റി എല്ലാം സ്വീപ്പ് ചെയ്തിരുന്നു. അത് ടൈം 6 മണിക്കാണ് ഈ ഒരു സ്വീപ്പ് നടന്നിരുന്നത്. പക്ഷേ ഞാനവിടെ ട്രേഡ് എടുത്തില്ല. അതൊരു പ്രോപ്പറായിട്ടുള്ള സ്വീപ്പായിട്ട് എനിക്ക് തോന്നിയില്ലായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും തിരിച്ച് ഈ ഒരു ലിക്വിഡിറ്റിയും ഈ ഒരു സൈഡിലെ കംപ്ലീറ്റ് ലിക്വിഡിറ്റിയും സ്വീപ്പ് ചെയ്തിട്ട് അടുത്തൊരു ക്യാൻഡിൽ ഫോമായി 6:30-ക്ക്. നോക്കിയാൽ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാവും. നല്ലൊരു റിജക്ഷൻ ക്യാൻഡിൽ, വിക്കോട് കൂടിയൊരു റിജക്ഷൻ ക്യാൻഡിലാണ് അവിടെ ഫോം ആയത്. ഞാൻ അവിടെ നിന്നാണ് എൻ്റെ ട്രേഡ് എടുക്കുന്നത്. ഇത് ഞാൻ ഒരു CSD അല്ലെങ്കിൽ OB ആയിട്ട് മാർക്ക് ചെയ്യാം. ആ സൈഡിലെ ലിക്വിഡിറ്റി കംപ്ലീറ്റ് സ്വീപ്പ് ചെയ്ത ക്യാൻഡിലായിരുന്നു. അപ്പോൾ അതിന് താഴെ ക്ലോസ് കിട്ടിയപ്പോൾ ഞാൻ ഇവിടുന്ന് എൻട്രി എടുക്കുമായിരുന്നു. ഇവിടെ ഞാൻ ലിമിറ്റ് ഓർഡർ അല്ലായിരുന്നു, ഇവിടെ ഞാൻ ഡയറക്റ്റ് ഓർഡർ എൻട്രി ആയിരുന്നു എൻ്റേത്. ഇതിന് താഴെ ക്ലോസ് കിട്ടിയപ്പോൾ തന്നെ ഞാൻ മാർക്കറ്റ് ഓർഡർ ഇട്ട് എൻട്രി കയറുമായിരുന്നു. ഞാൻ എപ്പോഴും പറയുന്ന പോലെ 1:3 ആണ്. അതിന് മേളിലുണ്ടായിരുന്നു ഇവിടെ റിവാർഡ് CRT പ്രോപ്പർ. പക്ഷേ ഞാൻ എൻ്റെ റിസ്ക് റിവാർഡ് എപ്പോഴും 1:3 ആണ്. ഞാൻ ഇവിടെ എൻ്റെ ട്രേഡ് എക്സിറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. നമുക്ക് നോക്കാം. ഉണ്ടോ, പ്രോപ്പറായിട്ട് അടുത്ത ക്യാൻഡലിൽ ഞാനിവിടെ ഡയറക്റ്റ് എൻട്രി ആയിരുന്നു. കറക്റ്റ് പെട്ടെന്ന് തന്നെ അത് TP അടിക്കുകയും ചെയ്തു. നല്ലൊരു മൂവ്മെൻ്റ് ആയിരുന്നു താഴോട്ട് തന്നിരുന്നത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ റീസൺ, എനിക്ക് ആ 2-3 റീസൺ നല്ല വാലിഡായിട്ടുള്ള റീസൺ ഉണ്ടായിരുന്നു. SMD പ്രോപ്പറായിട്ട് SMD ഉണ്ട്, അതുപോലെ GU നല്ല രീതിയിൽ അവിടെ സെല്ലിങ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. DXYയിൽ ഒരു CRT കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു, അതായത് യൂറോയിൽ കംപ്ലീറ്റ് ചെയ്തിരുന്നു. പക്ഷേ DXYയിൽ ആ ലിക്വിഡിറ്റി എടുക്കാൻ വീണ്ടും കിടപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ട്രേഡ് പുഷ് ചെയ്തിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു ക്ലാരിറ്റി കിട്ടി എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ടൈം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫ്രൈഡേ 20th ഞാൻ നൈറ്റിലാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇന്നും ഞാനൊരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു യൂറോയിൽ. അത് ഒരു ബയ്യിങ് ആയിരുന്നു. അതും 1:3 എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പം 2 ദിവസത്തിനുള്ളിൽ, ഒന്നെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ, ഞാൻ അതിൻ്റെയും കൂടി ഒരു ബ്രേക്ക് ഡൗൺ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാം, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ടെലഗ്രാമിൻ്റെ ലിങ്കും അതുപോലെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്കും കൊടുത്തേക്കാം. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതിനകത്ത് എഡ്യൂക്കേഷണൽപരമായിട്ടുള്ള വീഡിയോസും കോണ്ടൻസും വരുന്നതായിരിക്കും. അതുപോലെ ഞാൻ എടുക്കുന്ന ട്രേഡുകളുടെ അപ്ഡേറ്റ്സും കാര്യങ്ങളും സ്ക്രീൻഷോട്ടും കാര്യങ്ങളും എല്ലാം അതിലായിരിക്കും ഫസ്റ്റ് അപ്ഡേറ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഓക്കെ ഗൈസ്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ, അതായത് യൂറോയുടെ അടുത്ത ബ്രേക്ക് ഡൗൺ വീഡിയോ ആയിട്ട് നമുക്ക് പിന്നീട് കാണാം. ഓക്കെ, താങ്ക് യു.